ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ വ്യക്തിയുടെ പ്രസന്റ് സിറ്റുവേഷൻ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. നിങ്ങളുടെ വ്യക്തിയുടെ പ്രസന്റ് സിറ്റുവേഷൻ. ഓക്കെ, എനിക്ക് ഈ കാർഡ് ഷഫ്ലിംഗ് ഒന്നും കൃത്യമായിട്ട് അറിയില്ല കേട്ടോ, നിങ്ങളൊന്ന് ക്ഷമിക്കും. അതായത് ഇതിൻ്റെ അകത്തുള്ള പരിപാടികൾ വേണ്ടുവോളം സ്നേഹം വാരിക്കോരി അർഹതയില്ലാത്തവർക്ക് കൊടുക്കുന്നു. അർഹതപ്പെട്ടവർ സ്നേഹത്തിന് വേണ്ടി മാനത്തോട്ട് നോക്കിയിരിക്കുന്ന ഒരവസ്ഥയാണ്. അർഹതയില്ലാത്ത ആളുകൾക്ക് നിങ്ങളുടെ ഈ വ്യക്തി വേണ്ടുവോളം പ്രയോറിറ്റീസ്, അല്ലാന്നുണ്ടെങ്കിൽ വേണ്ടുവോളം സാമ്പത്തിക സഹായങ്ങൾ, അതും അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് സാമ്പത്തികത്തിന്റെ ഇടപാട് എന്തായാലും ഇവിടെ ഉണ്ട്. ഓക്കെ, സ്നേഹം വാരി വിതറുന്നു, വാരി കൊടുക്കുന്നു. അവരുടെ ഒപ്പീനിയൻസ് ഒക്കെ യഥാവിധി നടപ്പിലാക്കുന്നു. നമ്മൾ മറ്റേ ഈ പണ്ടൊക്കെ ഈ രാജാക്കന്മാരുടെയൊക്കെ സിനിമയൊക്കെ കണ്ടിട്ടില്ലേ? അതിൻ്റെ അകത്ത് രാജാവിൻ്റെ അണ്ടറിൽ ഒരാൾ ഇരുന്ന് എഴുതൂല്ലേ, റൈറ്റർ. അതുപോലെ ഇവര് പല കാര്യങ്ങളും, അതായത് ഇവരുടെ അടുത്ത് നിൽക്കുന്ന ഒരു അർഹതയും ഇല്ലാത്ത ആളുകളുടെ കാര്യങ്ങൾ ഇവര് നടപ്പിലാക്കാൻ എഴുതി വരെ വെക്കുന്ന അവസ്ഥകൾ, ജീവിതത്തിൽ അതൊക്കെ നടപ്പിലാക്കി അതിനെയൊക്കെ കൊണ്ട് ബുദ്ധിമുട്ടിലാക്കിയിരിക്കുന്ന അവസ്ഥകൾ. സ്വന്തം കാലിൻ്റെ അണ്ടറിലുള്ള മണ്ണാണ് കൊടുക്കുന്നത് എന്നുള്ള ഒരു ടെൻഷനോ കാര്യങ്ങളോ, അല്ലെങ്കിൽ ഈ പറയുന്ന ഈ കൂടെയുള്ള വ്യക്തികൾ എന്തൊക്കെ പറയുന്നു ചെയ്യുന്നു അത് നിയമാവലികൾ പോലെ നടപ്പിലാക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്ന് പോലും ഒരു ദീർഘവീക്ഷണമില്ലാതെ വെട്ടൊന്ന് മുറി രണ്ടെന്നുള്ള രീതിയിൽ ആള് മച്ചമ്പി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അത് ചിലപ്പോൾ നിങ്ങളോടായിരിക്കാം, അല്ലെങ്കിൽ സ്വന്തമായിട്ടായിരിക്കാം. കാരണം അങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ പറയാനാണെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് ഒരു ലീഡർഷിപ്പായിട്ട് പല കാര്യങ്ങളും മോട്ടിവേഷനായിട്ട് സംസാരിക്കാനും, പല കാര്യങ്ങളും വഴികാട്ടിയായിട്ട് നിന്ന് സംസാരിക്കാനും, ഈ ലോകത്തിൻ്റെ അണ്ടറിലിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പുള്ളിക്ക് അറിയാം, അല്ലെങ്കിൽ പുള്ളിക്കാരത്തിക്ക് അറിയാമെന്നുള്ള ഒരു കാര്യമൊക്കെയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്വന്തം കാലിൻ്റെ അണ്ടറിലുള്ള മണ്ണൊലിച്ചു പോവുകയാണ് എന്ന് മാത്രം അറിയില്ല. പക്ഷേ അമേരിക്കയിൽ വെള്ളച്ചാട്ടം എങ്ങനെയാണ് പോകുന്നത്, അവിടെ ആ വെള്ളം ഏതൊക്കെ സ്ഥലങ്ങളിൽ ആ വെള്ളത്തിൻ്റെ കാര്യങ്ങളൊക്കെ തെറിക്കുന്നുണ്ട്. റഷ്യയിൽ ഇപ്പം എത്രയാണ് തണുപ്പുള്ളത്, കനേഡിയൻ ഗവൺമെന്റ് ഇപ്പം എന്താണ് ചെയ്യുന്നതെന്നൊക്കെ മച്ചമ്പിനോട് ചോദിച്ചറിയാം. പക്ഷെ സ്വന്തം കാലിൻ്റെ അണ്ടറിലുള്ള മണ്ണ് ഒലിച്ചു പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെവർ. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. കാരണം രഹസ്യപരമായിട്ടുള്ള പല നീക്കങ്ങളും ജീവിതത്തിൽ നീക്കുന്നുണ്ട്. രഹസ്യപരമായിട്ട് അത് ചിലപ്പോൾ ഏതെങ്കിലും സിറ്റുവേഷൻസ് ബേസ്ഡ് ആയിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ രഹസ്യമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളായിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ സംതിങ് എക്സ്ട്രാ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യങ്ങളായിരിക്കാം ഇവിടെ. അതുകൊണ്ടുള്ള പരിപാടികളും കാണിക്കുന്നുണ്ട്. എന്നിട്ട് പുതിയൊരു ജീവിതം, വെറുതെ ഇവർക്കൊരു ജീവിതം പോരാ, ഇവർക്ക് സമ്പത്തും വലിയ വലിയ ലക്ഷറി ആയിട്ടുള്ള വലിയ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള പുതിയൊരു ജീവിതം എനിക്ക് തുടങ്ങി വെക്കണം. അതിനു വേണ്ടി വെയിറ്റിംഗ് ആണ്. അതിന് ഞാൻ ആരുടെ അടുത്താണ് നിൽക്കേണ്ടത്? ഞാൻ ഉദ്ദേശിക്കുന്ന വ്യക്തികളുടെ അടുത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കത് കിട്ടുമോ?
കാരണം നിങ്ങളുടെ വ്യക്തിയുടെ പരിപാടിയാണ്. അതായത് ഇവർക്ക് എവിടെ നിന്നാലാണ് സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും എന്ത് രീതിയിലും കുറച്ചും കൂടി രക്ഷപ്പെട്ടു പോകാൻ പറ്റുന്നത്. കാരണം ഇവർക്ക് പല സുഖ സന്തോഷങ്ങളിലൊക്കെ ഇത്തിരി ഇത് കൂടുതലാണ്. അപ്പൊ അതൊക്കെ ഒന്ന് അനുഭവിക്കാനൊക്കെ ആയിട്ടുള്ള പരിപാടികൾ. അതിന് ആരുടെ കൂടെ നിന്നാൽ എനിക്ക് എന്ത് കിട്ടും, എവിടെ നിന്നാലാണ് എനിക്ക് ആയിട്ടുള്ള പോസിറ്റീവ് കാര്യങ്ങൾ കൂടുതൽ കിട്ടുന്നത്. കാരണം ഇതിൻ്റെ അകത്ത് കമ്പയറിങ് ഉണ്ട്. ചിലപ്പോൾ വ്യക്തികളെ കുറിച്ചുള്ള കമ്പയറിങ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും സിറ്റുവേഷൻസിനെ പറ്റിയുള്ള കമ്പയറിങ് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വ്യക്തികളെ കുറിച്ചാണെങ്കിൽ സ്വഭാവത്തിൻ്റെതായിട്ടുള്ള കമ്പയറിങ് ഒക്കെ. ഇവരുടെ കൂടെ നിന്നാൽ അത് കിട്ടും, അവരുടെ കൂടെ നിന്നാൽ ഇത് കിട്ടും. പുള്ളിക്ക് എന്താണെങ്കിലും കിട്ടണം, എന്ത് സാധനമാണെങ്കിലും. അപ്പൊ കിട്ടണം എന്നുള്ളൊരു മൈൻഡിൽ ഇങ്ങനെ നിൽക്കുവാണ്. അങ്ങനെയുള്ളൊരു കാര്യം കാണിക്കുന്നുണ്ട്. ഒന്നല്ലെങ്കിൽ നിങ്ങൾ വിദേശത്തുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി വിദേശത്തുള്ളതായിരിക്കാം. ഇത് രണ്ടും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒരുപാട് ട്രാവലിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള വ്യക്തികളായിരിക്കാം. അതും അല്ലെങ്കിൽ ട്രാവലിംഗ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള വ്യക്തികളുമായിരിക്കാം. അങ്ങനെയുള്ള ഒരു കാര്യം ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം ഒരു സംഭവത്തിനെ അതായത് നിങ്ങളുടെ ഈ വ്യക്തിയുടെ കൂടെ ഉണ്ടായിരുന്ന സ്നേഹം അർഹിക്കുന്ന ഇവരുടേതായിട്ടുള്ള എല്ലാ പോസിറ്റീവ് കാര്യങ്ങളും അർഹിക്കുന്ന ഒരു കാര്യത്തിനെ, ഒരു സിറ്റുവേഷനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ തലകുത്തി നിർത്തി വെച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്. നിങ്ങളുടെ ഈ വ്യക്തി വിചാരിച്ചാൽ സൂപ്പറായിട്ട് അത് നിവർത്തി വെക്കാനായിട്ട് സാധിക്കും. പക്ഷെ വിചാരിച്ചിട്ടില്ല, ഇപ്പോഴും തലകുത്തി നിർത്തിയേക്കുവാണ്. ചിലപ്പോൾ നിങ്ങളെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിനെ ആയിരിക്കാം. അങ്ങനെയുള്ളൊരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. ഞാൻ പിടിച്ച പരിപാടിക്ക് ഞാൻ അങ്ങനെ ചെയ്യുള്ളൂ, ഞാൻ പറയുന്ന കാര്യങ്ങളാണ് ശരി, അങ്ങനെയൊക്കെയുള്ള ഒരു പരിപാടികൾ. ആ ശരികളെ മറ്റുള്ളവരും കൂടി അനുകരിക്കണം, അത് പിന്തുടരണം, അനാവശ്യമായിട്ട് ചോദ്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെയൊക്കെയാണ് ഈ പുള്ളിക്ക്, ഈ മച്ചമ്പിയുടെ പരിപാടികൾ. ഒരു ട്രാൻസ്ഫോർമേഷൻ കാര്യങ്ങളൊക്കെ ഈ വ്യക്തിക്ക് ഉണ്ടാവും. അപ്പോൾ കുറച്ച് ഫിസിക്കൽ ഇഷ്യൂസ്, മെൻ്റൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളും ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് പുള്ളിക്ക് ഇപ്പൊ പറയണം, അയ്യോ നമ്മൾ അവിടെ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ സുനാമി വരും, ഇവിടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഉരുൾപൊട്ടൽ വരും, അവിടെ അങ്ങനെ നിന്നാൽ അത് തീപ്പൊള്ളൽ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും, ഫ്യൂച്ചറിനെ കുറിച്ച് പല കാര്യങ്ങളും സംസാരിച്ചു കഴിഞ്ഞാലും ഈ വ്യക്തിക്ക് ഞാൻ എന്താണോ തീരുമാനിക്കുന്നത് അതേ നടത്തുള്ളൂ. എന്നിട്ട് അബദ്ധത്തിൽ പോയി ചാടുന്ന പല പ്രവൃത്തികളും ഇവിടെ കാണിക്കുന്നു. ഇപ്പോഴത്തെ ഒരു പ്രസന്റ് സിറ്റുവേഷനിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഈ വ്യക്തിയുടേതായിട്ടുള്ള ഒരു എന്താ പറയാ, പറഞ്ഞ് എന്ത് കാര്യങ്ങളും മറ്റുള്ളവരെ ഫലിപ്പിക്കാനും ഒരു എന്താ പറയാ, ഒരു വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു നുണയാണെന്നുണ്ടെങ്കിൽ കൂടി അത് വിശ്വസിപ്പിക്കേണ്ട പോലെ വിശ്വസിപ്പിക്കാനും കഴിവുണ്ട്. ഇപ്പൊ അതങ്ങനെ ചെയ്യുന്നുമുണ്ട്. കാരണം ഇവർക്ക് എവിടെ ഇരുന്ന് കഴിഞ്ഞാലും ഇവരെല്ലാവരും മൈൻഡ് ചെയ്യണം, ഇവരെല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കണം, എല്ലാത്തിനും ഇവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണ്. പക്ഷേ ഇവരെ ഒരുപാട് സിറ്റുവേഷൻസ് നിങ്ങളുടെ ഈ വ്യക്തിനെ ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളായിരിക്കാം, കുഞ്ഞു മക്കളായിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും സിറ്റുവേഷൻസ് ആയിരിക്കാം. അവിടെയൊക്കെ തല തിരിച്ചാ നിൽക്കുന്നത്. പല കാര്യങ്ങളിലും തല തിരിഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് കാണുന്നില്ല, നോട്ടം ചെല്ലുന്നില്ല. അവിടെയൊക്കെ വരുമ്പോൾ ഡാർക്ക്നെസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നിൽക്കുന്നത്. അല്ലാതെ ഒരു അർഹതയില്ലാത്ത ആളുകൾക്ക് ഒരുപാട് കാര്യങ്ങൾ വാരി വെതറി കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഒരു ചില സമയങ്ങളിൽ പ്രായമുണ്ടെങ്കിലും ഒരു മെച്യൂരിറ്റി ഇല്ലാത്ത പ്രവർത്തനങ്ങൾ നിലവിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളും ഇവിടെ കാണിക്കുന്നുണ്ട്.
എങ്ങനെ നിന്നാലും ഏത് രീതിയിൽ നിൽക്കുവാണെങ്കിലും പുള്ളിക്ക് ഒരു വെൽ ഡ്രസ്ഡ് ആയിട്ട് നടക്കുക, നല്ല നല്ല കാര്യങ്ങളിൽ ഡ്രസ്സിങ് ആണെങ്കിൽ അതിലൊക്കെ നല്ല ശ്രദ്ധയൊക്കെ കൊടുക്കുക, നല്ല ഫിസിക്കൽ അപ്പിയറൻസ് ഒക്കെ വരുത്തി എല്ലാവരും എന്നെ തന്നെ നോക്കണം, ഞാൻ നല്ല അടിപൊളിയാണെന്നൊക്കെ പറയണതൊക്കെ കേൾക്കാൻ പുള്ളിക്ക് അല്ലെങ്കിൽ പുള്ളിക്കാരത്തിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മറ്റുള്ളവരുടെ അംഗീകാരങ്ങളൊക്കെ കേൾക്കാനൊക്കെ ഇത്തിരി ഇഷ്ടമാണ്. ഇവിടെ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഓക്കെ, കാരണം ഇവിടെ ഒരു എനർജി പല സ്ഥലങ്ങളിൽ നിന്നും മൂവ് ഓൺ ആകാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എന്താ പറയാ, മൂവ് ഓൺ ആകാൻ ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ പോരല്ലോ, അത് നമ്മൾ പ്രാവർത്തികമാക്കി കഴിഞ്ഞാലേ യഥാർത്ഥത്തിൽ മൂവ് ഓൺ ആകാൻ പറ്റുള്ളൂ. ചില സിറ്റുവേഷൻസിൽ നിന്ന്, ചില വ്യക്തികളുടെ അടുത്ത് നിന്നൊക്കെ മൂവ് ഓൺ ആകാൻ ആഗ്രഹങ്ങളുണ്ട്, മൂവ് ഓൺ ആയി പോകണമെന്ന്. പക്ഷേ നിങ്ങളുടെ അടുത്തോട്ട് വരണമെന്നായിരിക്കാം, അല്ലെങ്കിൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണമെന്നായിരിക്കാം. പക്ഷേ കണ്ണടച്ചിരുട്ടാക്കിയിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ഇപ്പൊ പട്ടാപ്പകല് ഉച്ചക്ക് എന്താ പറയാ, അത്രയും വെളിച്ചത്തിൽ, സൂര്യപ്രകാശത്തിന്റെ വെളിച്ചത്തിലോ അല്ലെങ്കിൽ റൂമിൽ ലൈറ്റ് ഇട്ടിരുന്നാലും പട്ടാപ്പകല് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ പുറമേ എല്ലാം ലോകത്തിൽ മുഴുവനും വെളിച്ചമായിരിക്കും. നമ്മൾ കണ്ണടച്ചിരുന്നു കഴിഞ്ഞാൽ എന്താ, നമ്മൾ മാത്രം ഇരുട്ടിലുള്ളൂ, നമ്മൾ കാണുന്ന കാഴ്ച ഇരുട്ടിലാണ്, അത്രേ ഉള്ളൂ. കണ്ണു തുറന്ന് കാണുമ്പോഴാണ് പുറത്ത് വെളിച്ചം ഉണ്ടെന്ന് അറിയുന്നത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് നിങ്ങളുടെ വ്യക്തിക്ക്. പുറമേ ഉള്ള വെളിച്ചങ്ങൾ കാണാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പുറമേ ഉള്ള സ്നേഹങ്ങൾ, ആ പുറമേ സ്നേഹിക്കുന്ന ആളുകളുടെ പ്യൂരിറ്റി കാണാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ആ സ്നേഹത്തിന് എത്രമാത്രം ആത്മാർത്ഥതയുണ്ട്, ജീവൻ കളഞ്ഞാണ് നിൽക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും അടിയറവ് വെച്ചാണ് നിൽക്കുന്നത്. പല പരിപാടികളും ഇവർക്ക് വേണ്ടി മാറ്റിവെച്ച്, ഇവർക്ക് വേണ്ടി നേർച്ചയും കാഴ്ചയും പ്രാർത്ഥനകളോടും കൂടി പല ആളുകളും വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടെന്ന് ഈ മച്ചമ്പി കണ്ടാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അതൊന്നും കാണാൻ കണ്ണടച്ചിരുട്ടാക്കിയിരിക്കുന്ന ഒരവസ്ഥയാണ്. ലോകം മുഴുവനും വെളിച്ചത്തിലുമാണ്, മച്ചമ്പി മാത്രം എന്താ, വേറൊരു ഉദാഹരണം പറഞ്ഞാൽ എന്താ, പൂച്ച കണ്ണടച്ച് പാല് കുടിച്ചു കഴിഞ്ഞാൽ എന്താണ്, പൂച്ചയുടെ വിചാരം താരം കാണുന്നില്ല എന്നാണ്. പക്ഷെ ലോകം മുഴുവൻ കാണുന്നുണ്ട്. അതാണ് ഈ മച്ചമ്പിയുടെ ഒരു പരിപാടി. ചെയ്യണതൊക്കെ കുറെ പരിപാടികളൊക്കെ ചെയ്യുകയും വേണം, എന്നാൽ പുള്ളിക്ക് നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കാൻ പാടുള്ളൂ എന്നൊക്കെ വാശിയൊക്കെ ഉള്ള ഒരു പരിപാടിയാണ്. മറ്റുള്ളവർ ഉപദേശിക്കാനൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ സ്പിരിച്വൽ കാര്യങ്ങൾ, ദൈവത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉപദേശിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അതൊക്കെ അന്ധവിശ്വാസമാണെന്ന് നിങ്ങൾ പറയും. നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ സംശയരോഗമാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങളെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കും. കാരണം അവർ പറയുന്ന, അവര് മുമ്പിലോട്ട് കൊണ്ടുവരുന്ന വ്യക്തികളാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ നല്ല മനുഷ്യരെന്ന് അവർ ഇങ്ങനെ ആവർത്തിച്ച് പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഈ വ്യക്തി ഒന്ന് കണ്ണടച്ച് തുറന്നാൽ, അതായത് കണ്ണു തുറന്ന് നോക്കിയാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. യഥാർത്ഥ കാര്യങ്ങൾ എന്താണ്, യഥാർത്ഥ ആളുകൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ തീരാവുന്ന പ്രശ്നവും ഇതിലുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും റെസണേറ്റ് ആയില്ല, ഒന്നും കണക്റ്റ് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ അല്ല. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.